Good morning. Good morning, ma'am. Good morning, Miss. Happy New Year. Happy New Year. Okay, എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളിയാണ്. ഓക്കെ. എങ്ങനെയാണ്, ഇന്നലെ ആയിരുന്നോ സെലിബ്രേഷൻ അതോ ഇന്നാണോ സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അല്ലെ? ഇന്നലെ ആയിരുന്നു. ഓക്കെ, അപ്പോ പുതിയൊരു വർഷമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ ഒരു കോഴ്സ് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അത് പഠിച്ച് മാക്സിമം നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്ത് എന്ത് ചെയ്യാ, പാസ്സാവാനായിട്ടൊക്കെ ശ്രമിക്കാം. എന്റെ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? ഈ വർഷം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തോ? എടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താണ് എടുക്കാത്തെ? അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? എടുത്തൊന്നും നടക്കൂല അതാണോ? ഓ, നല്ല കുട്ടി ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ. ഓക്കെ, അതുകൊണ്ടാണ് അല്ലെ? ശരി, അപ്പൊ നമ്മളെ പറ്റി സ്വന്തമായിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ട് അല്ലെ, വിശ്വാസമുണ്ട് നടക്കൂല എന്നുള്ളത് അല്ലെ? അങ്ങനെയല്ല, നമുക്ക് നടക്കാൻ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അല്ലെ? നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും എന്താണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എഫേർട്ട് ഇടണം, അതല്ലാതെ നമുക്ക് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല അല്ലെ? നമ്മൾ എഫേർട്ട് ഇടാതെ നമുക്ക് ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. ഒരു ജോലിയാണെങ്കിലും നമ്മൾ ഈ ഒരു കോഴ്സ് ചേർന്ന് നമ്മൾ ഇത് പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലെ? ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് ആരെങ്കിലും നമുക്ക് ആ ഒരു ജോലി കൊണ്ടുതരുമോ? നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുതരുമോ? ആരും തരില്ല അല്ലെ? നമ്മളിവിടെ ഒരു കോഴ്സ് പഠിച്ചു എന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിൽ നമ്മുടെ എഫേർട്ട് ഇടാതെ ഒരിക്കലും ഒരാളും നമുക്ക് ജോലി കൊണ്ടുവന്ന് തരാൻ പോണില്ല അല്ലെ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. അതങ്ങനെയാണ് എല്ലാവരും കയറിയിരിക്കുന്നതും കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ആരും നമുക്ക് ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നമ്മുടെ ഫലത്തിന്റെ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പോഴല്ല എപ്പോഴാണെങ്കിലും വിചാരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഒരു കോഴ്സ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് തന്നെ നിങ്ങൾ ഭൂരിഭാഗം പേരും വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? കുറെ പേര്, അധികം പേരും ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കുറച്ച് വർഷങ്ങളായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ടച്ചൊക്കെ വിട്ടു പോയിട്ടുള്ള, പുതിയതായിട്ട് ഒരു കോഴ്സ് പഠിച്ച് എനിക്കൊരു ജോലി വേണം എന്നൊരു ആഗ്രഹത്തോടു കൂടി വന്നിട്ട് 10 വർഷം, അതെ 10 വർഷം വരെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന ആളുകളൊക്കെ ഭൂരിഭാഗം പേരും വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ പഠനം തുടർന്ന് താല്പര്യമുള്ളവരായിരുന്നിരിക്കാം. പക്ഷെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിപരമായിട്ടുള്ള കുറെ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ബേസിസിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, നമ്മൾ കുറച്ചൊന്ന് ഫ്രീ ആവുമ്പോഴാണ് നമുക്കൊരു സ്വന്തം കാലിൽ നമുക്ക് നിൽക്കണം, നമുക്കൊരു വരുമാനം വേണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഇത്തരം കോഴ്സുകളൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ കാര്യമില്ല, അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക, നല്ല രീതിയിൽ പാസ്സാവുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ ഉടനെയുള്ള ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ഈ ഒരു 2026 നമ്മൾ എന്തായാലും ഈ ഒരു കോഴ്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആവും അല്ലെ? അത് കംപ്ലീറ്റ് ആവുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ലക്ഷ്യം. ഉടനെ തന്നെയുള്ള അടുത്ത ലക്ഷ്യം എന്തായിരിക്കണം? ഒരു ജോലി അല്ലെ? ആ ഒരു ജോലി എന്നൊരു ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും കൈവിടരുത് കേട്ടോ. കാരണം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ എവിടെയും നമുക്കൊരു വിലയുണ്ട്, എവിടെയും ഉണ്ട്. നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലായിക്കോട്ടെ, നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്കൊരു വില ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആളുകൾ നമ്മുടെ വാല്യൂ ചെയ്യണമെങ്കിൽ ഒരു ജോലി വേണം. അത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ശമ്പളം ആയിക്കോട്ടെ, ഒരുപാട് വലിയ ശമ്പളം ഒന്നും വേണ്ട.
കേട്ടോ. ഒരുപാട് ശമ്പളമൊന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിച്ച് ഉടനെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ശമ്പളം അല്ലെങ്കിൽ സാലറി ഉള്ളൊരു ജോലി കിട്ടണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്, നമ്മൾ ഫ്രഷേഴ്സ് ആയിട്ടാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ട്രെയിനീസ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പൊ എന്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് പോവാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഇടത്താണെങ്കിൽ നിങ്ങൾ പോവാം. അതിപ്പോ ചിലപ്പോൾ ചെറിയ സാലറിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുറച്ച് മാസങ്ങൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കില്ലിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരിക്കലും വെറുതെ ഇരിക്കരുത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഇപ്പോ ഇന്റേൺഷിപ്പോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് തന്നെ തരുന്ന പലരും പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഒരു ഗ്രൂപ്പില്ലേ? ഇപ്പൊ ഇത്രയും പേരെ നിങ്ങൾ അറിയാം. നമുക്ക് അറിയാത്ത ഒരുപാട് പേരെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുന്നത് അല്ലെ? നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ കൂടി നിങ്ങളിപ്പോ ഓൾറെഡി ഗ്രൂപ്പുകളിലൂടെയൊക്കെ മെസ്സേജുകളും കാര്യങ്ങളും അറിയിച്ച് ഒരുപാട് പേരുമായിട്ട് പരിചയമായിരുന്നു അല്ലെ? അപ്പൊ അത്രയും ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ശൃംഖല അല്ലെങ്കിൽ നെറ്റ്വർക്ക് നിങ്ങൾ ഒരിക്കലും കളയാതിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ എനിക്കിപ്പോ ഒരു ജോലി കിട്ടി, അവിടെ വേറെ വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രണ്ട്സിനോട് അത് റെക്കമെൻഡ് ചെയ്യാമല്ലോ അല്ലെ? അപ്പൊ മറ്റുള്ളവർക്കും കൂടി അതൊരു അവസരമാവാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഗ്രൂപ്പായിട്ട് നല്ല ആളുകളുമായിട്ടൊരു എന്താ ഒരു കണക്ഷൻ എപ്പോഴും വെക്കുന്നത് നല്ല കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഒക്കെ ഒരിക്കലും ഇടാതിരിക്കുക. എപ്പോഴും നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പോലും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഒരു ജോലി നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇനി റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്നൊരു നിശ്ചയം നിങ്ങൾ എപ്പോഴും ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണം കേട്ടോ. കാസർഗോഡുള്ളവരുണ്ടാവും, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. പുറത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് പേരുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവര്. അപ്പൊ അവരൊക്കെ ശരിക്കും നമ്മളാണെങ്കിലും അവരാണെങ്കിലും നേരിട്ട് കാണുന്നത് കോൺവെക്കേഷൻ പോലെയുള്ള പരിപാടികളിലാണ്. പക്ഷെ എല്ലാമെങ്കിൽ കൂടി അവര് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകളിലൂടെയും ഗ്രൂപ്പിലുള്ള ചാറ്റിലൂടെയും ഒക്കെ അവര് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എപ്പോഴും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് ഒരിക്കലും കളയാതിരിക്കാം കേട്ടോ. അപ്പൊ ഇത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യമാണ്. അത് നേടിയിട്ടേ ഞാൻ ഈ ഒരു വർഷം പൂർത്തിയാക്കൂ എന്നൊരു ഡിസിഷൻ എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് എടുത്തിരിക്കണം. ബാക്കി എന്തും പോയിക്കോട്ടെ, ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന മിസ് പറഞ്ഞ കാര്യം വളരെ ശരിയായിരുന്നു. ജോലി ചെയ്തിരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ 1 രൂപ പോലും വേറൊരാളുടെ നിന്ന് നമ്മൾ വാങ്ങുന്നതും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെയും രണ്ടാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ ഇത് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ അതിന് നമുക്ക് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും. നമുക്ക് ഒരാളോട് ചോദിക്കാണ്, നമ്മൾ വന്നോട് ചോദിക്കണം. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ലെ, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്, ഇന്ന പ്രൊഫഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർ സാലറിയോട് ചോദിക്കുന്നില്ല അല്ലെ. മിക്ക ആളുകളും ചില ആളുകൾ ചോദിക്കുകയായിരിക്കും എത്ര രൂപ സാലറി കിട്ടും. അതൊന്നും നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല അല്ലെ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, അത് ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെന്ന അഭിമാനത്തോടു കൂടി നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക കേട്ടോ. ഈ ഒരു വർഷം അതിനായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല നല്ല പൊസിഷനുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് സമയം നമുക്ക് കളയാനില്ല. ഇപ്പോ നമ്മള് ഒരു ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരുന്നത് അല്ലെ. ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ നോക്കുന്നോ? ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ നോക്കുന്നോ? 4th ചാപ്റ്റർ ആണ്. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ കംപ്ലീറ്റ് ആയിരുന്നോ? 5th പോയിന്റ് വരെയാണ് ഒറ്റ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് വരെയാണ് എടുത്തത് അല്ലെ. അവിടെ വരെയല്ലേ എടുത്തത്? അത് കംപ്ലീറ്റ് ആയോ ആ ബോക്സ്?
കംപ്ലീറ്റ് ആയിരുന്നോ? ആ ശരി, അവിടെ വരെ ക്ലിയർ അല്ലേ? വായിച്ചു നോക്കുന്നുണ്ടോ എടുക്കുന്ന ഭാഗങ്ങള്? ആ ശരി, എന്നാൽ നെക്സ്റ്റ് നമ്മള് അഡ്വൈസറി കമ്മിറ്റി കേട്ടോ. അടുത്ത ബോക്സ് ആണ്. കാണുന്നില്ലെങ്കിൽ മിസ് ഒന്ന് എൻലാർജ് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അഡ്വൈസറി കമ്മിറ്റിയിൽ പറയുന്നത് ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ the methods to overcome their shortcomings and interpret the functioning of the hospital to the community. ഇപ്പൊ ക്ലിയർ അല്ലെങ്കിൽ നോട്ട് ചെയ്യണേ. അഡ്വൈസറി കമ്മിറ്റിയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കാനുള്ളത്. അതായത് ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് the methods to overcome their shortcomings, അവരുടെ പോരായ്മകൾ നികത്തുന്നതിന് അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നതിന് ആവശ്യമായ മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അതുപോലെ ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി, പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ആ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ളൊരു ചുമതല ഈ അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു ഉപദേശക സമിതിയായിട്ട് രൂപീകരിക്കുകയും അതിന്റെ സഹായത്തോടു കൂടി ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങള് നിർദ്ദേശിക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് ഹോസ്പിറ്റലിലെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ ഓവർകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. രണ്ടാമത്തെ പോയിന്റ് interpret the functioning of the hospital to the community. കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആ ഒരു ബോക്സ് ക്ലിയർ അല്ലേ? അഡ്വൈസറി കമ്മിറ്റിയുടെ റോള്. രണ്ടാമത് ലാസ്റ്റ് വൺ ആണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ പറയുന്നത് CEO and staff should use every opportunity to speak to other service organization and institution on health matters. At Speakers Bureau ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സിഇഒയും സ്റ്റാഫും, ഒരു ഹോസ്പിറ്റലിലെ സിഇഒ ആവട്ടെ സ്റ്റാഫ് ആവട്ടെ, അവര് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി, അവർക്ക് കിട്ടുന്ന ഏതൊരു അവസരവും എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടി ഉപയോഗിക്കുക, ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻ, ഇതുപോലെ തന്നെ സേവനങ്ങൾ നൽകുന്ന മറ്റ് ഓർഗനൈസേഷൻസുമായിട്ടും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംസാരിക്കാനും അല്ലെങ്കിൽ ചർച്ചകൾ നടത്താനും ഒക്കെയുള്ള കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. CEO and staff should use every opportunity to speak to other service organization and institutional health matters. അപ്പൊ ആരോഗ്യ കാര്യങ്ങൾ, വേറെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല, ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഇതേ സർവീസ് കൊടുക്കുന്ന മറ്റു ഓർഗനൈസേഷൻസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുമായിട്ട് ഈ ഹോസ്പിറ്റലിലെ സിഇഒയും സ്റ്റാഫുകളോ സംസാരിക്കാനുള്ള പരമാവധി അവസരങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ അതിലൂടെ ഇവർക്ക് കുറെ അധികം നോളജ് വർദ്ധിപ്പിക്കാനും പറ്റുന്നുണ്ട്, പല പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായി ഉണ്ടാക്കി വെക്കാനും ഇവർക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണം വേഗം വായിച്ചു നോക്കിയേ, അഡ്വൈസറി കമ്മിറ്റിയും സ്പീക്കേഴ്സ് ബ്യൂറോ കേട്ടോ. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയില് ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നറിയാലോ അല്ലെ? നിങ്ങൾ CSST-ലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? പഠിച്ചോ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലേ? അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ശരിയായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സൂചകങ്ങളാണ് അല്ലെ? ഇപ്പൊ CSST-യിലാണെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടോ, ശരിയായ രീതിയിൽ അത് നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതല്ലേ ഇൻഡിക്കേറ്റേഴ്സ്? അതെ, ഗുണനിലവാരമൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റിയില് ഒരു ഹോസ്പിറ്റലിന് എത്രത്തോളം പബ്ലിക് റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം ഓരോന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യൻസിന്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തുന്നതിലൂടെ, ഇത് നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 4th മോഡ്യൂളിലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ഇംപ്രൂവിംഗ് ആൻഡ് മോണിറ്ററിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തിക്കൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അവർ അത്രയും നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ? അതുപോലെ തന്നെ ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ്, ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഈ പബ്ലിക്കിനെ വെക്കും. നമ്മള് വോട്ടെടുപ്പ് നടത്താറില്ലേ? വോട്ടിംഗ് എങ്ങനെയാണ്? ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒത്തിരി പേര് മത്സരിക്കും അല്ലെ? അതിൽ ഒരാളായിരിക്കും ജയിക്കുക ആണല്ലോ. നമ്മൾ വോട്ട് ചെയ്യും, വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിക്കും അല്ലെ? അതുപോലെ തന്നെ ഇവിടെ പൊതു അഭിപ്രായ വോട്ടെടുപ്പ് ഒരുപാട്, ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയില് ഇപ്പൊ ഒരു 3-4 ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് വിചാരിക്കും. 3-4 ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ 4 ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു നടത്തുന്ന ഹോസ്പിറ്റലില് ഇതേതാണ് മികച്ചത് എന്ന രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്താല് ഏറ്റവും നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന നല്ല സേവനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിനല്ലേ വോട്ട് കൂടുതൽ കിട്ടുക അല്ലെ? അങ്ങനെ നമുക്ക് ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പിലൂടെ നമുക്ക് ഹോസ്പിറ്റൽസിന്റെ പബ്ലിക് റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിന്റെ പരിചരണത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ കൊടുക്കുന്ന ഓരോ സർവീസുകളുടെയും ക്വാളിറ്റി എത്രത്തോളമുണ്ട് അതൊക്കെ നമ്മൾ ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ചെക്ക് ചെയ്യും. ഇന്ന സർവീസ് അവർ കൊടുക്കുന്നത് ഓക്കെ ആണോ, അതിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണോ, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടോ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ആ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളിലും ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതിലൂടെയും നമുക്ക് പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, എത്രത്തോളം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. കംപ്ലൈന്റ്സ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ആ ഹോസ്പിറ്റലിൽ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ അല്ലെങ്കിൽ അതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എന്താ അത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത്? എന്തിന്റെ ബേസിസിലാ? നമുക്ക് നല്ല സർവീസുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാഫുകളുടെ ബിഹേവിയർ മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല അല്ലെ? ബാഡ് സർവീസുകളാവും. അങ്ങനെ പല റീസൺ കൊണ്ടാണ് നമ്മള് കംപ്ലൈന്റ്സ് കൊടുക്കുക അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിലുള്ള സർവീസുകളോ ട്രീറ്റ്മെന്റുകളോ തരുന്നില്ല എന്നൊരു അർത്ഥം അല്ലെ?
അങ്ങനെയാവുമ്പോഴാണ് കംപ്ലൈൻസ് കൂടുതൽ വരിക. അപ്പൊ അങ്ങനെ കൂടുതൽ നമ്പർ ഓഫ് കംപ്ലൈൻസ് വന്നാൽ അവിടെ അവർ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്വമേധയുള്ള വോളണ്ടറി എഫേർട്സ്, സ്വമേധയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ആ ഒരു എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധത അല്ലെങ്കിൽ ആ സ്വമേധയുള്ള ആ ഒരു സന്നദ്ധതയുടെ ആ ഒരു ശ്രമങ്ങളുടെയൊക്കെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഇപ്പോ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എപ്പോഴും പോകുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ, ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ സന്നദ്ധ സേവകരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവില്ല അത്. നമ്മുടെ സമയത്തെ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, അല്ലാതെ സ്വമേധയാ അവർക്ക് ആവശ്യമുള്ള സർവീസുകൾ ചെയ്യാനായിട്ട് വോളണ്ടിയർസ് സ്വമേധയാ സന്നദ്ധ പ്രവർത്തകർ വന്ന് പ്രവർത്തിക്കുന്ന കണ്ടിട്ടില്ലേ? പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം, അവരുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചില സ്ഥലങ്ങളില് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ല ചിലയിടങ്ങളില് ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ടായിരിക്കാം. കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തില് സന്നദ്ധ സേവകര് അതെ ടോക്കൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റലില് സന്നദ്ധ പ്രവർത്തകരുടെ സ്വമേധയുള്ള ഒരു പരിശ്രമം കൂടുതലാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം, അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ആളുകൾ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാ, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കൊരു ഹോസ്പിറ്റലിൽ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലും അതുപോലെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന നല്ല സർവീസുകളും നല്ല ബിഹേവിയേഴ്സും കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അടുത്തതാണ് ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാരുടെ പിരിഞ്ഞുപോക്ക്. ഒരുപാട് ജീവനക്കാര് പിരിഞ്ഞു പോവാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്? ജീവനക്കാരും അവിടുത്തെ എംപ്ലോയീസും പബ്ലിക്കിൽ ഉൾപ്പെടുന്ന ആളുകളാണ്, അല്ലെ? അപ്പൊ എംപ്ലോയീസിനോടും നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ, കമ്മ്യൂണിറ്റിയുമായിട്ട് കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരുടെ സ്ഥാപനത്തിലും കീപ്പ് ചെയ്യാന്നുള്ളതുണ്ട്, അല്ലെ? അവരുടെ സ്ഥാപനത്തില് നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അവർ നമ്മളോടും ആ ഒരു സ്ഥാപനത്തിനോടും നമുക്കും രണ്ട് കൂട്ടർക്കും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു പോകാൻ തോന്നോ? കണ്ടിന്യൂ ചെയ്യാനല്ലേ തോന്നുള്ളൂ? അതെ. അപ്പൊ ഇവിടെ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ എംപ്ലോയീസിനോട് അവർ വലിയ രീതിയിലുള്ള നല്ല റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോ ഒത്തിരി പേര് എന്ത് ചെയ്യും? അവിടെ നിന്ന് പിരിഞ്ഞു പോകും, അല്ലെ? പിരിഞ്ഞു പോയി മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഒരു മിനിമം പീരീഡിനുള്ളിൽ എത്ര ഹെൽത്ത് സ്റ്റാഫുകൾ അവിടെ പിരിഞ്ഞു പോകുന്നുണ്ട്, അതിന്റെ കണക്കിലൂടെ അത് കണക്കാക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യന്റ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ തന്നെ ആ ക്ലിനിക്കിലായിക്കോട്ടെ ഹെൽത്ത് സെന്റേഴ്സിലായിക്കോട്ടെ ആ പേഷ്യൻസിന്റെ അറ്റൻഡൻസിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, ഒരു ഹാജർ നിലവാരത്തിന്റെ സ്ഥിരത. അതായത് സ്ഥിരമായിട്ട് ഒരേ ഹോസ്പിറ്റലിലേക്ക് പിന്നെയും അതേ പേഷ്യൻസ് തന്നെ മറ്റാവശ്യങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് പതിവായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മളാണെങ്കിൽ ഒരു പ്രാവശ്യം ചെന്നു, ആ ഹോസ്പിറ്റലിൽ നല്ല സർവീസ് അല്ല, നല്ല ബിഹേവിയേഴ്സ് അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മൾ അവിടേക്ക് പോവില്ല, അല്ലെ? നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും പോവാൻ ശ്രമിക്കാം. അപ്പൊ അതുപോലെ അങ്ങനെ ക്വയറസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല, അവർ പിന്നെ വരും. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ ആണെങ്കിലോ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും പോവുക, അല്ലെ? അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു പേഷ്യൻസിന്റെ ആ ഒരു ഹാജർ നിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത കൈവരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിലും നല്ല പബ്ലിക് റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡൊണേഷൻസ് കിട്ടുന്നതിനനുസരിച്ച് ഏതൊരു ഹോസ്പിറ്റലും ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ? ആ ഹോസ്പിറ്റലിൽ മികച്ചതാവാനും വരുന്ന പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡൊണേഷൻസ് പബ്ലിക്കിൽ നിന്ന് ഒരു സ്ഥാപനത്തിലേക്ക് കിട്ടണമെങ്കിൽ ആ പബ്ലിക്കിന് ആ സ്ഥാപനത്തെ അത്ര ഇഷ്ടമായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം പബ്ലിക്കുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അപ്പോഴാണ് ആ ഡൊണേഷൻസും കാര്യങ്ങളും കിട്ടുക, അല്ലെ? അപ്പൊ അങ്ങനെ ഡൊണേഷൻസ് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോന്ന്. ലാസ്റ്റ് വൺ ആണ് ഇൻപേഷ്യൻസ്
who leave against medical advice. അതുപോലെ തന്നെ ഇൻപേഷ്യൻസ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അറിയാലോ, ലാമ പഠിച്ചിട്ടില്ലേ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാമ അല്ലെങ്കിൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ അങ്ങനെ മെഡിക്കൽ അഡ്വൈസ് അതെ ലാമയും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലാമയുടെ കാര്യം പറയുന്നത്. അപ്പൊ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അത് ബോക്സിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഇൻപേഷ്യൻസ് എത്രത്തോളം ഇൻപേഷ്യൻസ് ആണോ അവിടെ നിന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകാറുണ്ട് അല്ലെ? ഇല്ലേ? ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റോ സർവീസുകളോ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പോവാം. നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ചിലപ്പോൾ അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പോവാം അല്ലെ? അങ്ങനെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതെ ക്വാളിറ്റി ഓഫ് കെയർ കിട്ടാത്തത് കൊണ്ട് പോവാം. അപ്പൊ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പൊ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന ഇൻപേഷ്യൻസിന്റെ എണ്ണം എത്രത്തോളം ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലും അവര് പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്കൊരു സ്ഥാപനം ആ ഒരു ഹോസ്പിറ്റല് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്രത്തോളം പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും എല്ലാം പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണത്തിന്റെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പറയാണ് കേട്ടോ. ഇത്രയും ഓക്കെ ആണല്ലോ? ഒരു ജനറൽ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇത് പറയുമ്പോൾ നമ്മൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ, സെപ്പറേറ്റ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാതെ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ബോക്സ് നോക്കണേ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. ഇതിലും ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറയുന്ന സമയത്ത് നോട്ട് ചെയ്യണം കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താ സഹായിക്കുന്നത്? ഹെൽപ് ടു ഐഡന്റിഫൈ ways of improving medical care and ultimately translate into better and happier patients. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഒന്നാമത്തെ കാര്യം ആ വൈദ്യപരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മെച്ചപ്പെടുത്തൽ നടത്താനുള്ള വഴികൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത്. ശരിയല്ലേ? ഇത്തരത്തിലൂടെ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെയുള്ള വൈദ്യപരിചരണം നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നല്ല മെഡിക്കൽ കെയർ ആണോ ആ ഹോസ്പിറ്റലിൽ നൽകുന്നത്, ഇതൊക്കെ മനസ്സിലാവില്ലേ? മനസ്സിലാവോ? അതിന്റെ നിലവാരം എത്രത്തോളം മനസ്സിലാവില്ലേ? ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ മനസ്സിലാവും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് എവിടെയാണോ അവർക്ക് കുറവുകൾ ഉള്ളത് അത് അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ കൊടുക്കുന്നത് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, എവിടെയൊക്കെയാണോ കുറവുകൾ ഉള്ളത്, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെയാണോ ഇഷ്ടമാവാത്തത്, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ അല്ല എങ്കിൽ അത് എവിടെയൊക്കെയാണെന്ന് കണ്ടെത്താനും അത് മെച്ചപ്പെടുത്താനുമുള്ളൊരു അവസരം അവർക്ക് നൽകുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല സർവീസുകൾ കൊണ്ടുവന്ന്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവന്ന്, നല്ല കെയറുകൾ കൊണ്ടുവന്ന് അതിലൂടെ ഏറ്റവും ആത്യന്തികമായിട്ട് എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് അല്ലെ? ബെറ്റർ ആൻഡ് ഹാപ്പിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ നിലനിർത്തുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ സഹായമാണെങ്കിൽ ഇതിന് എനിക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ബോക്സ് നോക്കാം കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, patient satisfaction survey. Patient satisfaction survey can be conducted by an outdoor survey agency or done as an in-house survey. അപ്പൊ നമുക്ക് ഇത് ശരിക്കും ഒരു സർവേ, നമ്മുടെ വീടുകളിലൊക്കെ സർവേ എടുക്കാൻ വരാറില്ലേ? വീടുകളിൽ സർവേ എടുക്കാൻ വരാറില്ലേ? അതല്ലാതെ നിങ്ങൾ ഓൺലൈനൊക്കെ സർവേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മൾ സർവേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? സർവേ എപ്പോഴും എന്താണ്, നമുക്ക് ഒരു ഔട്ട്ഡോർ, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഔട്ട്ഡോർ സർവേ ഏജൻസി, ഇത് ഹോസ്പിറ്റലിനുള്ളിലുള്ള സ്റ്റാഫുകളെ വെച്ചും ചെയ്യാം, പുറത്തുള്ള ഒരു ഔട്ട്ഡോർ സർവേ ഏജൻസിയുടെ സഹായത്തോടു കൂടിയും നമുക്ക് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു സർവേയില് സാധാരണ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, ഒരു ചോദ്യാവലി ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? അതിന് ഓപ്ഷൻസും ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണെങ്കിൽ അതിൽ ആദ്യം ഒരു കുറച്ച് 10 11 12 കുറച്ച് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ
ആ ഹോസ്പിറ്റലിന്റെ സർവീസുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഏരിയയിൽ നടത്തുന്ന ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എങ്ങനെയാണ്, ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് അവർ തരുന്ന കെയർ ഓഫ് ട്രീറ്റ്മെന്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ നമ്മുടെ അഭിപ്രായമാണ്, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ, അതാണ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. അതിൽ ആൻസർ നമ്മൾ എഴുതുകയല്ല ചെയ്യാം, ഓപ്ഷൻ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ അവിടെ? സാറ്റിസ്ഫൈഡ്, വെരി സാറ്റിസ്ഫൈഡ്, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ് എന്ന രീതിയിൽ 4 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തത്. സാധാരണ സർവീസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റൽ ഓവറോൾ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് നമ്മൾ അവിടെ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഒരേ അഭിപ്രായമായിരിക്കണമെന്നില്ല. അപ്പൊ ചിലര് ചിലപ്പോ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടതില്ലെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു ആ ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യാം. അടുത്തത് ചിലർക്ക് ചിലപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായേക്കാം, അപ്പൊ സാറ്റിസ്ഫൈഡോ അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡോ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡോ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ഓരോന്നിനും മാർക്ക് ഉണ്ടാവും. ഇപ്പൊ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ ഓരോ ഓപ്ഷനും മാർക്കുണ്ട്. അപ്പൊ അതിന് ലാസ്റ്റ് അവർ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സ്കോർ എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്കോർ എടുക്കും. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ സ്കോർ മാക്സിമം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാക്സിമം സ്കോർ എന്തിനായിരിക്കും? എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡിനായിരിക്കും അല്ലെ? അത് കൂടുതലും അത് ചൂസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മാക്സിമം സ്കോർ കിട്ടുക, ആണല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് എക്സാം എഴുതുമ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ആ ഒരു ക്വസ്റ്റിന് മാക്സിമം 5 മാർക്ക് ആയിരിക്കും ആൻസറിന് തരിക. അപ്പൊ അവിടെ 5 മാർക്ക് കിട്ടണമെങ്കിൽ നല്ലതായിട്ട് എഴുതുന്നത് കൊണ്ടല്ലേ 5 മാർക്ക് കിട്ടിയത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് കുറവായേനെ. അതുപോലെ നമ്മൾ ആ ഒരു മൊത്തം മാർക്ക് എടുക്കുമ്പോൾ 50 എക്സാം നടത്തി, അതിലൊരു 49 മാർക്ക് ഉണ്ടെങ്കിൽ അവർ അത്രയും നന്നായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ? അതുപോലെ ഇവിടെ നല്ലൊരു മാക്സിമം നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമാക്കുന്നത് എന്താണ്? ആ ഹോസ്പിറ്റല് അത്രയധികം നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടുത്തെ എല്ലാ സർവീസുകളായിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഓവറോൾ ആയിട്ടുള്ള എന്ത് കാര്യവും ആളുകൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. വരുന്ന ഓരോ പേഷ്യൻസും അതിൽ സംതൃപ്തരാണെന്നാണ് അർത്ഥം അല്ലെ? അതേസമയം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ആ സ്കോർ വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരുപാട് മിക്ക ആളുകൾക്കും ഇവിടെ പല കാര്യങ്ങളിലും സംതൃപ്തരല്ല എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നേ അല്ലെ? സംതൃപ്തരല്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെയുള്ള സർവേകളിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഒരു സ്കോർ അനുസരിച്ച് അത് അനാലിസിസ് ചെയ്തിട്ട് ഏതൊക്കെ ഈ മേഖലയിലാണോ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് ആ മേഖലകൾ തിരിച്ചറിയുകയും അത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ നോക്കുകയുമാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഇത്? ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലുള്ള സ്റ്റാഫുകളെ വെച്ച് ഇൻഹൗസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ സർവേ ഏജൻസി കൊടുത്തിട്ട് അവർ വഴി കണ്ടക്ട് ചെയ്യാനും സാധിക്കും. അതിനൊരു ഈ ഒരു സർവേയിൽ ഒരു ക്വസ്റ്റ്യനെയർ ആണ്, ഒരു വിത്ത് ഓപ്ഷൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലി ആയിരിക്കും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ സഹായത്തോടു കൂടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോറുകൾ എടുക്കും. അതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോറിന്റെ ബേസിസിൽ ഈ ഒരു സ്ഥാപനം നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ ബോക്സ്? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കസ്റ്റമർ കംപ്ലൈന്റ്സ്. ഇതില് ഇവിടെ കാണുന്നില്ല, നിങ്ങളുടെയും ഇങ്ങനെ തന്നെയാണോ? നോട്ടിൽ എങ്ങനെയാണോ? ടെക്സ്റ്റില് നോക്കിയോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. കസ്റ്റമർ കംപ്ലൈന്റ്സില് ഇങ്ങനെ തന്നെയാണ് അല്ലെ? അപ്പൊ മിസ് കാണുന്നില്ല. അപ്പൊ മിസ് ഒരു സെന്റൻസ് ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് മിസ് വായിക്കുന്ന സമയത്ത് കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ്, കസ്റ്റമർ കംപ്ലൈന്റ്സിൽ താഴത്തെ ബോക്സ് മാത്രം നോക്കിയാൽ മതി. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, എത്ര നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണോ റിസീവ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. ആ ഒരു സെന്റൻസ് എഴുതി വെക്കാം കേട്ടോ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. Less the number of complaints received, better is the public relations. എഴുതിയോ?
അപ്പോ കംപ്ലൈന്റ്സ് വളരെ കുറവാണ്, ഒരുപാട് കംപ്ലൈന്റ്സ് ഒന്നും കിട്ടുന്നില്ല, വളരെ കുറവ് കംപ്ലൈന്റ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ആ സ്ഥാപനം പബ്ലിക് റിലേഷൻ മികച്ചതാക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ അവരുടെ മികച്ചതാണ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ അല്ലേ? ഇത് കംപ്ലൈന്റ്സ് കുറവാണെങ്കിൽ പല പബ്ലിക് റിലേഷൻ ഉണ്ടാവും. അതേസമയം കംപ്ലൈന്റ്സ് വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നുകൂടി പറയണം. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. അതായത് ഒരു സ്ഥാപനത്തിന് കംപ്ലൈന്റ്സുകൾ വരുന്നതിന്റെ എണ്ണം കുറവാണെന്ന് വിചാരിക്കും. അപ്പൊ കംപ്ലൈന്റ്സ് കുറവാണ്, അങ്ങനെ കംപ്ലൈന്റ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ പരാതിപ്പെടുക, അല്ലെ? അപ്പൊ അവിടെ പരാതിപ്പെടണമെങ്കിൽ ഇപ്പൊ ഒരുപാട് കംപ്ലൈന്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാല് അത്രയും ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടെന്നാണ് അർത്ഥം, അല്ലെ? അതേസമയം കംപ്ലൈന്റ്സ് കുറവാണെങ്കിൽ അവര് നല്ല രീതിയിലുള്ള സർവീസും കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ വരുന്നവര് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ കംപ്ലൈന്റ്സും കുറവായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ മികച്ചതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതാണോ ഒന്നുകൂടി പറയണോ? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. അവിടെ വരെ എഴുതിയോ? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, better the public relations. Better the public relations. കിട്ടിയോ? കിട്ടിയോ? റൈഹം സലാം. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ഒപ്പീനിയൻ പോൾ. ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പിലൂടെ മോസ്റ്റ്ലി pertinent to a single question, situation or problem എന്നാണ് കേട്ടോ. സിറ്റുവേഷൻ ഓർ പ്രോബ്ലം that needs an answer. മോസ്റ്റ്ലി ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം പബ്ലിക്കിന് മുന്നിലേക്ക് വെക്കുന്നത്, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിരിക്കാം. that needs an answer. അതിനൊരു ആൻസർ അല്ലെങ്കിൽ ഉത്തരം പബ്ലിക് ആണ് നൽകേണ്ടത്. അപ്പൊ അതിലൂടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സർവീസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്നൊരു രീതിയിലുള്ള സിറ്റുവേഷൻ ആരായിരിക്കും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഏത് ഹോസ്പിറ്റലായിരിക്കും കൂടുതൽ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ആ പബ്ലിക് ആണ് അതിന് ആൻസർ കൊടുക്കുന്നത്, ആരായിരിക്കും എന്ന രീതിയിൽ. നമ്മുടെ വോട്ടെടുപ്പ് നടത്തുന്നത് പോലെ തന്നെ. അപ്പൊ അതിലൊരു ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു 5 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിനെ ആയിരിക്കും, പബ്ലിക്കിനിടയിൽ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന, പബ്ലിക്കിന് ഇഷ്ടമുള്ള ആ ഹോസ്പിറ്റലിനെ ആയിരിക്കും അവര് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഹോസ്പിറ്റല് എത്രത്തോളം പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഏത് ഹോസ്പിറ്റലിനെയാണ് ആ പബ്ലിക്കിന് കൂടുതൽ താല്പര്യം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ജനറൽ ഒപ്പീനിയൻ പോളിലൂടെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തതാണ് വോളണ്ടിയേഴ്സ്. ദ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് വോളണ്ടറി എഫേർട്സ് അല്ലെങ്കിൽ സ്വമേധയുള്ള സന്നദ്ധ സേവകരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇതില് നോക്കിയേ. വോളണ്ടറി കോർപ്സ് ഓർ വോളണ്ടിയേഴ്സ് ആർ പബ്ലിക് സ്പിരിറ്റഡ് ആൻഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസസ്. അപ്പോ വോളണ്ടറി കോർപ്സ് ഓർ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ സന്നദ്ധ സേവകർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് they are public spirited and service minded people. അവര് പൊതുബോധമുള്ളവരും അല്ലെങ്കിൽ സേവന മനോഭാവമുള്ള ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ that providing extra service, അവർ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ള എക്സ്ട്രാ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. They help patients host things in patient care areas. അതുപോലെ തന്നെ അവര് പേഷ്യൻസിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയാസിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സന്നദ്ധ സേവകരുടെ സ്വമേധയായുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്ഥാപനത്തിൽ കൂടുതലാണ് എങ്കിൽ അതിനർത്ഥം എന്താണ്? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. അതാണ് കേട്ടോ മനസ്സിലാക്കി വെക്കുന്നത്. നിങ്ങൾ എപ്പോഴും ആ സെന്റൻസുകളാണ് മനസ്സിലാക്കേണ്ടത്. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും
മോർ വോളണ്ടിയറിസം, സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ കൂടുതലാണ് ഒരു സ്ഥാപനത്തിൽ കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ് ഡാഷ് ദ പബ്ലിക് റിലേഷൻസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മോർ വോളണ്ടിയറിസം ഇൻ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ കേട്ടോ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ചോദിക്കാറുണ്ട്. അടുത്തതാണ് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നത്. മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരുപാട് സ്റ്റാഫുകൾ ഒന്നും പിരിഞ്ഞു പോകുന്നില്ല. പിരിഞ്ഞു പോകുന്നതിന്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ അതിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? അവർ ആ ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അല്ലെ. നല്ല പബ്ലിക് റിലേഷൻ ആ ഒരു ഓർഗനൈസേഷനിലും അവർ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് സ്റ്റാഫുകൾ അധികം ഇവിടെ നിന്ന് പിരിഞ്ഞു പോവാത്തത്. അപ്പൊ മിനിമം ടേൺ ഓവർ ആണ്. ഒരുപാട് ജീവനക്കാരൊന്നും പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. പേഷ്യൻസിന്റെ ആ ഒരു ഹാജർ നിലവാരത്തിന്റെ സ്ഥിരത അനുസരിച്ച് നോക്കിയേ. ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് their appointment as text message, email or over the phone. Better the relation or contact with the patient, more consistent will be the patient attendance. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിലൂടെയൊക്കെ നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്യാറില്ലേ? അവര് മെസ്സേജുകളൊക്കെ വരാറില്ലേ? ഇന്ന ദിവസം ഇന്ന സമയത്താണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്, അപ്പോയിന്റ്മെന്റ് കൃത്യസമയത്ത് എത്തിച്ചേരുക, ഇത്രയാണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ, മെസ്സേജുകളൊക്കെ വരാറില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവര് നമ്മളെ കോൺടാക്ട് ചെയ്യാറില്ലേ? ഫോണിലൂടെ ആവാം, ചിലപ്പോ ഇമെയിൽസിലൂടെ ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ ആവാം, വരാറില്ലേ? അപ്പൊ അവര് നമ്മളുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻസിന്റെ സ്ഥിരത നമുക്ക് അവിടെ ഉറപ്പുവരുത്താൻ പറ്റുന്നത്. മനസ്സിലാവുന്നോ? നമ്മൾ നോക്കി, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ ഡോക്ടറെ കണ്ട അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുന്നു. നമുക്ക് ചിലപ്പോ ഒരാഴ്ചയോ ഒരു മാസമോ കഴിയുമ്പോൾ ഫോളോ അപ്പിന് ചെല്ലേണ്ടതായിട്ട് വരാം. പക്ഷെ നമ്മൾ ചിലവർ മിക്ക ആളുകളൊന്ന് മറന്നു പോവാം അല്ലെ. നമ്മൾ തിരക്കിനിടയിൽ ചിലപ്പോൾ വിട്ടു പോവാം, മറന്നു പോവാം. അതുപോലെ തന്നെ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അല്ലെ. ഇന്ന ദിവസമാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടു പോവാം തിരക്കിനിടയിൽ. അപ്പൊ ഇവരിങ്ങനെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട റിമൈൻഡേഴ്സ് ഒക്കെ നമുക്ക് തരുമ്പോൾ അത് ഫോൺ കോളിലൂടെ ആവാം, നേരിട്ട് ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ ഇമെയിൽസിലൂടെയൊക്കെ തരുമ്പോൾ നമ്മളുമായിട്ട് അവർ എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ കാര്യങ്ങളിൽ അവരൊന്ന് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമ്മളിലേക്ക് എത്തും. ശരിയല്ലേ? അപ്പൊ നമുക്ക് കൃത്യസമയങ്ങളിൽ ആ ഫോളോ അപ്പുകൾ ചെയ്ത് നമ്മുടെ ഹെൽത്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ അത്തരത്തില് ഒരു നല്ല റിലേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് പേഷ്യൻസുമായിട്ട് ഓരോ പേഷ്യൻസുമായിട്ടും ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ അറ്റൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത നമുക്ക് നിലനിർത്താൻ പറ്റും. അങ്ങനെ വരുന്ന പേഷ്യൻസ് അവിടെ പിന്നെയും അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തൊരു കാര്യത്തിനും അതേ സെയിം ഹോസ്പിറ്റലിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ ഇവര് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെയും ആ ഒരു പേഷ്യൻസ് സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതാണ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസിൽ പറയുന്നത്. അടുത്തത് ഡൊണേഷൻസിൽ പറയുന്നത് ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൻ പേഷ്യൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, അത് ചോദിക്കാറുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ അല്ലെങ്കിൽ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് പേഷ്യൻസ്. രോഗികളായിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചികിത്സകളും അതുപോലെ തന്നെ നൽകുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്. Sometimes both the hospital and patient might fail to meet up with the charges needed for this. അപ്പൊ ചില സമയങ്ങളിൽ നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടാനായിട്ട് ചിലപ്പോ പേഷ്യൻസിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ശരിയല്ലേ?
എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ ചില സമയങ്ങളിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സർവീസുകളോ ട്രീറ്റ്മെന്റുകളോ കിട്ടാനായിട്ട് അതുമായി ബന്ധപ്പെട്ട ചാർജസ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മതിയായ പണം ഉണ്ടാവണം എന്നില്ല അല്ലെ. അത്തരം സന്ദർഭങ്ങളിൽ ഒരു പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ചില ഹോസ്പിറ്റലുകൾക്കും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഹോസ്പിറ്റലിന് നല്ല സർവീസുകൾ പബ്ലിക്കിന് കൊടുക്കണമെന്നുണ്ടാവും, പക്ഷെ മതിയായിട്ടുള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും മതിയായ ഫണ്ടുകളിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത്തരം സിറ്റുവേഷൻസിലും നമുക്ക് ഈ ഒരു ക്രൈസിസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പ് പോലെ കിട്ടുന്നതാണ് ഡൊണേഷൻസ് അല്ലെ, ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് കിട്ടാറില്ലേ? ഒരുപാട് പേർക്ക് സഹായങ്ങൾ കിട്ടാറുണ്ട് ഇല്ലേ? ഉണ്ടോ? ഒരുപാട് സംഘടനകൾ സഹായങ്ങൾ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് അല്ലാതെ വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് ഡൊണേഷൻസ് കിട്ടാറുണ്ട്. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതൊക്കെ ഇന്ന ആള് ഡൊണേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്യുപ്മെന്റുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽസിന് നല്ല സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മതിയായ ഫണ്ടുകൾ ഇല്ലെങ്കിൽ ഡൊണേഷൻസും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും ഒക്കെ ഡൊണേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ അവർക്കും അതിനു വേണ്ടിയുള്ള ഡൊണേഷൻസും സഹായങ്ങളും ലഭിക്കാറില്ലേ? സോ ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്, പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ് ഡൊണേഷനും ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസും. അപ്പൊ അത്തരത്തില് ഡൊണേഷൻസ് ആയിക്കോട്ടെ, ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകളായിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനും കിട്ടണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യണം. മനസ്സിലായോ? അത് ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇൻപേഷ്യൻസ് ലീവിംഗ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലാമയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. When an inpatient expresses the desire to leave against the advice of the physician, the AMA procedure is explained and the patient or responsible party signs the AMA form, thus accepting responsibility for their decision, and it becomes a part of the medical record. More LAMA patient, worse is the hospital public relation. ഇവിടെ ഒരു പേഷ്യന്റിന്റെ ഒരു പേഷ്യന്റ് സ്വമേധയാ പറയാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അപ്പൊ അവിടെ അവരെ അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഫിസിഷ്യനോ കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഫിസിഷ്യനോ കാര്യങ്ങളുടെയോ നിർദ്ദേശപ്രകാരമല്ല അവരിവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്, മറിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ലീവ് ചെയ്ത് പോകുന്നതെങ്കിൽ അതാണ് നമ്മൾ ലാമ കേസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു AMA ഫോം, ഒരു AMA പ്രൊസീജിയർ ഉണ്ട്. ആദ്യം തന്നെ അവരോട് എന്ത് ചെയ്യും, ആ ഒരു ഫോം അതിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അവിടുത്തെ നഴ്സ് ആയിരിക്കും എന്ന് വിശദീകരിച്ചു കൊടുക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണോ അവരുടെ കൂടെയുള്ളത് അവരിൽ നിന്നോ ഒരു സൈൻ വാങ്ങിക്കും, സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിക്കും. കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, നാമ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കും. അതെന്താണ് ആ ഒരു സൈൻ ചെയ്ത് വാങ്ങുന്നതിന്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ആ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ സ്വമേധയാ എന്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണ്, അല്ലാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല പോകുന്നത്. ഇനി പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ പോവാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും അത് ഹോസ്പിറ്റലിന് ഉത്തരവാദിത്തമില്ല, അത് പൂർണ്ണമായിട്ടും എന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു കൺസേൺ ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവര് പിന്നീട് എന്ത് പ്രശ്നം വന്നാലും ലീഗലായിട്ടുള്ള എന്ത് ഇഷ്യൂ വന്നാലും അത് ഈ ഹോസ്പിറ്റലിനെ ബാധിക്കാൻ പോകുന്നില്ല. ഇവരെന്ത് ചെയ്യും, അത് അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട്, ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കും. അതിന്റെ ഭാഗമായിട്ട് അപ്പൊ പിന്നീട് എന്ത് വിഷയം വന്നാലും അവർ ഈ ഒരു കൺസേൺ ഫോം അല്ലെങ്കിൽ ആ ഒരു AMA ഫോമിൽ ഇവർ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യാതൊരുവിധ ഇതൊരു ലീഗൽ പ്രൂഫായിട്ട് തന്നെ അവർക്ക് കാണിക്കാൻ പറ്റും, എവിഡൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങളുടെ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇവരിവിടുന്ന് ലീവ് ചെയ്ത് പോയിരിക്കുന്നതാണ് എന്നൊരു പ്രൂഫായിട്ട് മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇത് വെക്കാനും സാധിക്കും. ഇനി ഇങ്ങനെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല, മോർ ലാമ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് പേര് ഇതുപോലെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാതെ പോവാണ്.
അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? വേഴ്സൺ ഈസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ അല്ലെ? ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നമുക്ക് മിക്കപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലെ ആളുകളുടെ ബിഹേവിയേഴ്സ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകാറുണ്ട്. നല്ല ട്രീറ്റ്മെന്റോ സർവീസുകളോ കെയർ കൊടുത്തരാത്തത് കൊണ്ട് പോകാറുണ്ട്. കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് വളരെ കൂടുതലാണെങ്കിൽ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളായിട്ടായിരിക്കും കൂടുതൽ പേരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ ലാമ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല, മോശം പബ്ലിക് റിലേഷൻ ആണ് കീപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒന്നാണ് ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ഇത്രയും നമ്മള് എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പഠിച്ചത് കേട്ടോ. ഇനി അടുത്തതൊരു സെക്ഷൻ ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. അപ്പൊ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താനായിട്ട് നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് സഹായിക്കുന്നുണ്ടോ? ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് സഹായിക്കുന്നുണ്ടോ നല്ലൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ? ഉണ്ട് അല്ലെ? അപ്പൊ എല്ലാ ന്യൂസ് പേപ്പറിലും ഹാവിംഗ് പേജ് ലെറ്റേഴ്സ് ഫ്രം ദ റീഡേഴ്സ് ആർ പബ്ലിഷ്ഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ന്യൂസ് പേപ്പറിലും ലെറ്റേഴ്സ് ഫ്രം റീഡേഴ്സ്, വായനക്കാരിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ്, നല്ല നല്ല ലെറ്റർ, എല്ലാവർക്കും ഇല്ല കേട്ടോ, നല്ല നല്ല അവര് നോക്കി സെലക്ട് ചെയ്യുന്ന നല്ല നല്ല ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പേജ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അവരുടെ നല്ല നല്ല കവിതകള്, കഥകള്, ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ അത്തരത്തില് if there is something in the news that you want to respond to or let the public know of some medical situation like arising epidemics, you can write a letter to the editor and make it published. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഇപ്പൊ ഒരു പകർച്ചവ്യാധി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഒരു അറൈസിംഗ് എപ്പിഡമിക്സ്, ഒരു പകർച്ചവ്യാധികൾ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ പബ്ലിക്കിന് ഒരു അവയർനെസ്സോ കാര്യങ്ങളോ കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാം. ആർക്ക് എഴുതാം? ഹോസ്പിറ്റലുകാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഡോക്ടേഴ്സിന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവർ അത് പരിശോധിച്ച് നല്ല ഇൻഫർമേഷൻസ് ആണ് എങ്കിൽ അതെന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും അല്ലെ? ഇത് ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് രണ്ടുണ്ട്. നമ്മളൊരു അഡ്വർടൈസ്മെന്റും ഉണ്ട് ഇതിന്റെ കൂടെ കേട്ടോ. നിങ്ങൾ കണ്ടു കാണും, ഡോക്ടേഴ്സ് ഒക്കെ ഇതിന് ഇൻഫർമേഷണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കണ്ടിട്ടുണ്ടോ? അഡ്വർട്ടോറിയൽസ് കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് മാത്രമല്ല, എഡിറ്റോറിയൽ പോലെയുള്ള കണ്ടിട്ടുണ്ടോ? അത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചായിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട സിംറ്റംസ് പറയുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അതിന്റെ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അപ്പൊ ഇതൊരു അഡ്വർടൈസ്മെന്റും ആണ്, അതോടൊപ്പം തന്നെ നല്ല ഇൻഫർമേഷൻസ് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. രണ്ടും ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോ അതിന്റെ ലാസ്റ്റ് നിങ്ങൾ കണ്ടതാണ് ആ ഡോക്ടറിന്റെ ഫോട്ടോ ഉണ്ടാവും. ആ ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫോൺ നമ്പറുകൾ ബുക്ക് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അപ്പൊ പബ്ലിക്കിന് ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് കൊടുക്കുക മാത്രമല്ല, അതിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിരിക്കും. ഒരു അഡ്വർടൈസ്മെന്റ് എന്ന നിലയിൽ കൂടിയാണ്. അപ്പൊ ഇത്തരത്തില് ആ ഒരു ലെറ്റേഴ്സ് റീഡേഴ്സിൽ നിന്നുള്ള ലെറ്റേഴ്സ് ആ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറില് എഡിറ്റേഴ്സിന് നമുക്ക് അയച്ചു, അതെ മാസിംഗ് പോലെ തന്നെ എഡിറ്റേഴ്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പബ്ലിക്കിനെ ഒരു കൂട്ടർ പബ്ലിക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അടുത്ത ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.